ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, വരി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ നമ്മുടെ ചിന്താ വിഷയം എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഫിയേഴ്സ് ആണ്. അതായത് റിട്ടയർമെന്റ് പ്ലാനിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ പല ആളുകളുടെ ഉള്ളിൽ വരുന്ന ചില പേടിയുണ്ട്. അത് എന്തിനെ കുറിച്ചാണ്, അതിനെ എങ്ങനെ നമുക്ക് ഓവർകം ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ചിന്താ വിഷയം. ആദ്യത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിനുള്ള പൈസ ഉണ്ടാവുമോ, എൻ്റെ കയ്യിലെ പൈസ മുഴുവൻ തീർന്നു പോകുമോ എന്നുള്ള ചിന്തയാണ് പലർക്കും ഉണ്ടാവുക. അപ്പൊ അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടും അതിന് വേണ്ടി റിട്ടയർമെന്റ് പ്ലാൻ നല്ല രീതിയിൽ ഒരു അഡ്വൈസറിന്റെ സഹായത്തോടു കൂടി ചെയ്യുകയും നമ്മുടെ എസ്റ്റിമേഷൻ എടുക്കണം. ഒരു എക്സ്പെൻസ് എന്തൊക്കെ വരും, നമുക്ക് എന്ത് ഇൻകം ആണ് ആ സമയത്ത് നമ്മുടെ കയ്യിലുള്ളത്, എന്ത് സേവിങ്സ് ആണുള്ളത്, ഇതെല്ലാം കൂടെ പ്ലാൻ നോക്കി നമ്മൾ അനലൈസ് ചെയ്ത് ഒരു എക്സ്പെൻസ് നമുക്ക് വരാൻ പോകുന്ന റിട്ടയർമെന്റ് ലൈഫിൽ ഉണ്ടാവുന്ന എക്സ്പെൻസിനെയൊക്കെ ഒന്ന് എസ്റ്റിമേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് റിട്ടയർമെന്റ് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പേടിയെ നമുക്ക് ഓവർകം ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതെന്ന് പറഞ്ഞാൽ ഡൈവേഴ്സിഫൈ ചെയ്യുക നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ്. അതായത് നമ്മൾ ഒരു കാര്യത്തിൽ മാത്രം സേവ് ചെയ്യാതെ അല്ലെങ്കിൽ ഒരു കാര്യത്തിൽ മാത്രം ഇൻവെസ്റ്റ്മെന്റ് നടത്താതെ പല പല കാര്യങ്ങളിലായിട്ട് ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും ഒരു എമർജൻസി ഫണ്ട് പോലെ പലർക്കും നമ്മൾ അതൊന്ന് സേവ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്തരം ബുദ്ധിമുട്ടുകളും പേടിയും ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഏതെങ്കിലും ഒരു കേസിൽ നമുക്ക് കിട്ടുന്ന ഒരു ഇൻകം കുറഞ്ഞു പോയാലും നമുക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മറ്റൊരു സോഴ്സിൽ നിന്നും നമുക്ക് ഇൻകം കിട്ടുന്ന രീതിയിൽ അതൊന്ന് റെഡിയാക്കി വെക്കണം. അടുത്ത ഒരു മൂന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് റെഗുലർ ആയിട്ട് നമ്മൾ റിവ്യൂ ചെയ്യണം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റും നമ്മുടെ പ്ലാനും എല്ലാം നമ്മൾ അനലൈസ് ചെയ്യുകയും അതിന്റെ അപ്പോഴത്തെ ഒരു പ്രോഗ്രസ് എന്താണ്, നമുക്ക് ഇനി വരാൻ പോകുന്ന കാര്യങ്ങൾക്ക് ഇത് ഉതകുമോ, അതിനാവശ്യമുള്ള ഫണ്ട് അവിടെ രൂപീകരിക്കപ്പെടുന്നുണ്ടോ, ഇതൊക്കെ നമ്മൾ എപ്പോഴും നോക്കുക. പ്രത്യേകിച്ച് നമ്മൾ ഈ ബോണ്ട് അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്, ഷെയർ മാർക്കറ്റ് അങ്ങനെയുള്ളിടത്തൊക്കെയാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ അതെല്ലാം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് റിവ്യൂ ചെയ്യണം. അപ്പോൾ അവിടെ നമുക്ക് ആവശ്യത്തിനുള്ള ഫണ്ട് രൂപീകരിക്കപ്പെടുന്നുണ്ടോ, കൂടുന്നുണ്ടോ, കുറയുന്നുണ്ടോ, ഇതൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ട് ജീവിതത്തിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു റിട്ടയർമെന്റ് ലൈഫിനെ കുറിച്ച് ഓർത്തിട്ടുള്ള പേടി നമുക്ക് മാറ്റാനായിട്ട് സാധിക്കും. അടുത്തൊരു ടോപ്പിക്കുമായി അടുത്ത എപ്പിസോഡിൽ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.